ഒരു രാത്രി വീട്ടിലുള്ളവരെല്ലാം ഉറക്കമായി. എന്നാൽ തെന്നാലിരാമൻ മാത്രം ഉറങ്ങിയില്ല. വീടിൻ്റെ പരിസരത്ത് പതിവില്ലാത്ത കാൽപ്പെരുമാറ്റം. ആരെല്ലാമോ അടക്കി പിടിച്ച് സംസാരിക്കുന്നു. നാടിൻ്റെ നാനാഭാഗത്തും കള്ളന്മാരുടെ ശല്യമുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലം. സമയം അർദ്ധരാത്രിയോടടുത്തപ്പോൾ രാമൻ ഒരു സൂത്രം പ്രയോഗിച്ചു. അടുക്കളയിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒരു അമ്മിക്കല്ല് പഴയ ചാക്കിലാക്കി തലയിലേറ്റിക്കൊണ്ട് ഭാര്യയെ വിളിച്ചുണർത്തിയിട്ട് രാമൻ ഉച്ചത്തിൽ പറഞ്ഞു: എടീ മങ്കമ്മേ, ദാ നോക്കൂ, നാട്ടിലൊക്കെ കള്ളന്മാരുടെ വല്ലാത്ത ശല്യമാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അവന്മാർ എല്ലാം കവർന്നെടുത്തുകൊണ്ട് പൊയ്ക്കളയും. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യമെല്ലാം ഇരുമ്പ് വെട്ടിയിലാക്കി തോട്ടത്തിലെ കിണറ്റിൽ ഇടാൻ പോവുകയാണ്. ഇതൊന്നും അറിയാതെ ഇവിടെ കയറി വരുന്ന കള്ളന്മാർ മണ്ടന്മാരായി തിരിച്ചു പോയിക്കൊള്ളുകയും ചെയ്യും. ഉറക്കച്ചടവിലായിരുന്നതുകൊണ്ട് തെന്നാലിരാമൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹം പറഞ്ഞതൊന്നും വ്യക്തമായി മനസ്സിലായില്ല. അവർ വീണ്ടും കിടന്നുറങ്ങി. ഭാരവും തലയിൽ ചുമന്നുകൊണ്ട് നടന്നു നീങ്ങിയ തെന്നാലിരാമൻ തോട്ടത്തിലെ കിണറ്റിൻകരയിലെത്തി തലയിലുണ്ടായിരുന്ന കെട്ട് അതിലേക്കിട്ടു. വലിയ ശബ്ദത്തോടെ കിണറ്റിലെ വെള്ളം നാലുപാടും ചിതറിത്തെറിച്ചു. ഇത്രയും മണ്ടനായ ഒരു മനുഷ്യൻ ലോകത്തെവിടെയും കാണുകയില്ല. ഞങ്ങളുടെ ജോലി എത്ര എളുപ്പമാക്കി തന്നിരിക്കുന്നു. ഇനി കഷ്ടപ്പെട്ട് വീട്ടിൽ കയറുകയോ അന്വേഷിക്കുകയോ വേണ്ടല്ലോ. ഇരുളിൽ മറഞ്ഞു നിന്നിരുന്ന കള്ളന്മാർ 4 പേരും കൂടി കിണറിനടുത്തേക്ക് ഓടിയെത്തി. വെള്ളം കുറച്ച് കൂടുതലാണ്. കുറേ തേവി പറ്റിച്ചുവെങ്കിൽ മാത്രമേ കിണറ്റിലിറങ്ങി വെട്ടി മുങ്ങിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കുഴപ്പമില്ല, തൊട്ടിയും കയറും എല്ലാം അടുത്ത് തന്നെ ഉണ്ട്. കള്ളന്മാർ കിണറ്റിൽ നിന്നും വെള്ളം കോരി പാത്തിയിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. തെന്നാലിരാമൻ അവസരം പാഴാക്കിയില്ല. പാത്തിയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളം മൺവെട്ടിക്കൊണ്ട് അദ്ദേഹം ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലേക്ക് തിരിച്ചുവിട്ടു. നേരം പോയിക്കൊണ്ടിരുന്നു. അധ്വാന ഭാരം കൊണ്ട് കള്ളന്മാർ തളർന്നു. പുലരുന്നതിന് ഇനി അധികം താമസമില്ല എന്നറിയിച്ചുകൊണ്ട് കോട്ടമണി മുഴങ്ങുവാൻ തുടങ്ങി. രാജകിങ്കരന്മാർ നഗരപരിശോധനയ്ക്ക് ഇറങ്ങുവാൻ സമയമായിരിക്കുന്നു. ഇനിയും താമസിച്ചാൽ അവരുടെ പിടിയിലായത് തന്നെ. പെട്ടുകിടക്കുന്ന സ്ഥലം അറിഞ്ഞല്ലോ. വെള്ളം വറ്റിച്ച സ്ഥിതിക്ക് നാളെ വന്ന് അതെടുക്കാം. ഇങ്ങനെ പലതും ഓർത്ത് സമ്പാദരായ കള്ളന്മാർ വെളിച്ചം വരുന്നതിന് മുൻപ് രക്ഷപ്പെടുവാൻ ഒരുങ്ങി. സഹോദരന്മാരെ, നിങ്ങൾ ചെയ്തു തന്ന സഹായത്തിന് നന്ദിയുണ്ട്. മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഇങ്ങനെ ചെയ്തു തരുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ചെടികൾക്കിടയിൽ മറഞ്ഞു നിന്നിരുന്ന തെന്നാലിരാമൻ വിളിച്ചു പറഞ്ഞു. പേടിച്ചരണ്ടുപോയ കള്ളന്മാർ അവിടെ നിന്നും പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇനി ഒരിക്കലും തെന്നാലിരാമൻ്റെ വീട്ടിൽ കയറി മോഷ്ടിക്കണമെന്ന് ആ കള്ളന്മാർ സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയില്ല.